നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇനി ഒരാഴ്ചയുടെ ദൂരം മാത്രം. ആകാംക്ഷയിലാണ് രാജ്യം. അവസാന ഘട്ടം നടക്കുന്ന ജൂൺ 1 തന്നെ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണി സർക്കാരിലേക്കുള്ള തങ്ങളുടെ മന്ത്രിമാരുടെ കാര്യം DMK ചർച്ച ചെയ്യുന്നുവെന്ന് വാർത്തയുണ്ട്. 5 ഘട്ടം കൊണ്ട് തന്നെ NDA 310 സീറ്റുകൾ നേടിക്കഴിഞ്ഞു എന്നാണ് അമിത് ഷായുടെ അവകാശവാദം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മോദിയോ ഇന്ത്യയോ? NDA 310 സീറ്റ് നേടിക്കഴിഞ്ഞോ? ഇന്ത്യ മന്ത്രിമാരെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയോ? തൂക്ക് സഭ വരുമോ? ഈ ചർച്ചയിൽ ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ VP ശ്രീ പത്മനാഭൻ BJP, ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇന്ന് വായിച്ചൊരു വാർത്ത, തമിഴ്നാട്ടിൽ DMK പുതിയ സർക്കാരിൽ ആരൊക്കെ മന്ത്രിമാർ വേണമെന്ന കാര്യം പോലും ആലോചിച്ചു തുടങ്ങിയെന്നാണ്. പളനിവേൽ ത്യാഗരാജൻ, TR ബാലു, A രാജ, അതുപോലെ തന്നെ കന്നിമൊഴി തുടങ്ങിയ ആളുകളുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള നിലയിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ കാണുന്നു. എത്രമാത്രം അവർ സീരിയസ് ആയി പറയുന്നതാണ് അല്ലെങ്കിൽ ചെയ്യുന്നതാണ് എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ആ മട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള ഒരു ഭരണം മാറി പുതിയൊരു സർക്കാർ വരും എന്നൊക്കെ ആലോചിക്കാൻ സമയമായോ? അതൊരു അതിര് കട്ടുന്ന സ്വപ്നമായി പോയില്ലേ? തീർച്ചയായിട്ടും അതൊരു അതിര് കടന്ന സ്വപ്നമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ആദ്യം കണ്ടിരുന്ന അത്ര 400 സീറ്റ് ആ ലെവലിലൊന്നും കാര്യങ്ങൾ പോണില്ലെങ്കിലും ഇപ്പോഴും എഡ്ജ് കിടക്കുന്നത് BJPക്ക് തന്നെയാണ്. അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് സ്റ്റാലിനും കൂട്ടർക്കും മറ്റേ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അവരുടെ ഇന്ത്യ അലയൻസിലെ മറ്റ് പാർട്ട്ണർമാരിൽ നിന്നൊക്കെ കിട്ടിയ ഇതിൻ്റെ വെളിച്ചത്തിൽ, ഡാറ്റയുടെ വെളിച്ചത്തിലായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബീഹാറിൽ 39 സീറ്റുണ്ട് NDAക്ക്. അതിൽ ഇപ്പോൾ ഈ എന്താ പറയുക, പൾട്ടു റാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ആയാറാം ഗയാറാം എന്നാണ് മുമ്പ് പേരുണ്ടായിരുന്നത്. നിതീഷ് കുമാറിൻ്റെ ഈ കളി കാരണം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് JDUവിന് നല്ല പരിക്ക് പറ്റും എന്നുള്ളതാണ് തോന്നലാണ്. അതേമാതിരി തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് നമ്മുടെ പിന്നിൽ നിന്ന് ശരത് പവാർ പിന്നിൽ നിന്ന് കുത്തിയ അജിത് പവാറിന് സീറ്റ് തന്നെ വളരെ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ BJP. മറ്റേ വശത്താണെങ്കിൽ ഉദ്ധവ് താക്കറെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള നിലക്കുള്ള ഒരു വികാരം അങ്ങനത്തെയൊക്കെ ഉണ്ടാവാം എന്ന് മാത്രമേ ഞാൻ പറയാം. ഉണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെ ഈ കെജ്രിവാൾ ജയിലിൽ പോയി ഇപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ഉണ്ടായിട്ടുള്ള ഈ എഫക്റ്റ്, അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു ജനരോഷം കുറച്ച് തിരിഞ്ഞിട്ടുണ്ട്. ആദ്യ സമയത്തുള്ള മാതിരിയല്ല എന്നാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം കരൺ താപ്പറിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള നമ്മുടെ മറ്റുള്ള അനലിസ്റ്റുകളുണ്ടല്ലോ, രാജീവ് സാർദേശായി അങ്ങനെയുള്ളവരുടെ അവർ അനലൈസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലല്ല. നമ്മളിവിടെ കേരളത്തിലിരുന്നുകൊണ്ട് പറയുന്നതിന് അത്ര വലിയ വിലയൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി ആദ്യ സമയത്തുണ്ടായിരുന്ന ആ ഒരു 400 അഗ്ലി ബാർ 400 പാർ എന്നുള്ള ഒരു ലെവലിലോട്ട് മാറിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രശാന്ത് കിഷോർ തന്നെ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരാളൊരു കാര്യപ്പെട്ട ഒരു അനലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 300-നെക്കാട്ടും ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടിയതിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാണത്തിനെക്കാട്ടും കുറവായിരുന്നിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് എന്നുള്ള. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസംഗങ്ങളുടെ തന്നെ ശൈലികളൊക്കെ മാറിയിട്ടുള്ളത്. കുറച്ചും കൂടെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ആദ്യകാലത്തെ വികസന ഇതിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംഭവം. തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മൾ ഇന്ദിരാഗാന്ധിക്ക് എന്തുമാത്രം ശക്തി കണ്ടിരുന്നതാണ് 1977 ഇലക്ഷനിൽ. അവരുടെ IB റിപ്പോർട്ട് തന്നെ, എന്താ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ പറഞ്ഞിരുന്ന അവർ തൂത്തുമായിരുന്നു. അന്നേരം എന്ത് സംഭവിച്ചെന്ന് അറിയാം. അപ്പോൾ ജനവികാരം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ അത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആരുമല്ല. പ്രശാന്ത് അത് നമുക്ക് എന്തായാലും ജൂൺ 4 വരെ കാത്തിരിക്കണം, അടുത്ത ചൊവ്വാഴ്ച വരെ കാത്തിരിക്കണം. അതുവരെ ഊഹാപോഹങ്ങളും വിലയിരുത്തലുകളും പറ്റും. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞതുപോലെ 400 പാർ ഇപ്പോൾ BJPയുടെ പ്രവർത്തകർ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ഇന്ന് ഒരുപക്ഷെ താങ്കൾ പത്രത്തിൽ അമിത്ഷായുടെ അഭിമുഖം വായിച്ചിരിക്കും. അദ്ദേഹം പറയുന്നത് 5 ഘട്ടം കൊണ്ട് തന്നെ 305, 310 റേഞ്ചിൽ എത്തിയിരിക്കുന്നു. 6ാം ഘട്ടത്തിൻ്റെ കണക്ക് കൂട്ടാതെ തന്നെ 5 ഘട്ടം കൊണ്ട് തന്നെ ഞങ്ങൾ NDA 310 എന്ന് പറഞ്ഞാൽ പിന്നെ 5ഉം 6ഉം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ 400-നടുത്ത് അല്ലെങ്കിൽ ഒരു 370-നടുത്ത് എന്നുള്ള നിലയിലേക്കാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതായത് അവരുടെ കണക്ക് വളരെ കോൺഫിഡൻ്റ് ആണ് അമിത്ഷാ. 350-ൽ താഴില്ല എന്നുള്ള നിലയിലേക്ക് കോൺഫിഡൻസ് BJPക്കുള്ള ഘട്ടം തന്നെയാണിത് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, മുട്ട വിരിയുന്നതിന് മുൻപ് കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണരുത് എന്നാണല്ലോ വളരെ പ്രസിദ്ധമായ ഒരു ആപ്തവാക്യം.
ഇത് ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നത്. ഇതൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ശ്രീ അമിത്ഷായ്ക്ക് അതാണ് പറയാവുന്നത്, അതാണ് പറയേണ്ടത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ നോക്കുമ്പോൾ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞത് തീർച്ചയായിട്ടും ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. 400-ൽ തുടങ്ങി താഴേക്ക് ഡൗൺവേർഡ് റിവിഷനാണ്. പക്ഷേ അപ്പോഴും BJP-യെയും NDA സഖ്യത്തെയും പരാജയപ്പെടുത്താൻ തക്ക ഒരു നമ്പറിലേക്ക് ഇന്ത്യ മുന്നണി എത്തി നിൽക്കുന്നില്ല എന്നാണ് ഏതാണ്ട് ഭൂരിപക്ഷം നിരീക്ഷകരുടെയും അഭിപ്രായം. പ്രത്യേകിച്ച് 2 പ്രധാന മുഖങ്ങളാണല്ലോ തെരഞ്ഞെടുപ്പ് ഫല വിശകലന വിശാരദന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊന്ന് പ്രശാന്ത് കിഷോർ നടത്തിയ ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമാണ്. അതിൽ വടക്കേ ഇന്ത്യയും പടിഞ്ഞാറേ ഇന്ത്യയും ഒരു ബ്ലോക്കായിട്ട് എടുത്തുകൊണ്ട് ഈ 2 മേഖലകൾ, അതോടൊപ്പം കർണാടകം കൂടെ ചേർത്ത് വെച്ചിട്ട്, ദക്ഷിണേന്ത്യയിലെ കർണാടകം കൂടി ചേർത്ത് വെച്ചിട്ട് ആ മേഖലയിൽ, അത് ഉത്തർപ്രദേശ്, പിന്നെ ഡൽഹിക്ക് ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, അതുപോലെ മഹാരാഷ്ട്ര, കർണാടകം കൂടെ ചേർത്ത് ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ, ബീഹാറും കൂടെ ചേരും, അത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ 250-ൽ പരം സീറ്റുകൾ BJP-ക്ക് നിശ്ചയമായി ലഭിക്കും. അവിടെ ഈ പഴയ ഒരു ചെറിയ ദോഷം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ചെറിയ പോരായ്മ NDA-ക്ക് ഉണ്ടാകും. എന്നാൽ കിഴക്കേ ഇന്ത്യയിൽ സ്ഥിതി മെച്ചപ്പെടുത്തും. അതായത് കൂടുതൽ സീറ്റ് വരേണ്ടത് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നിന്നാണെങ്കിലും കിഴക്കേ ഇന്ത്യ, അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈ ബംഗാൾ, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ നേട്ടം കൊണ്ട് പടിഞ്ഞാറ് വടക്ക് ഇന്ത്യയിലെ ചെറിയ കോട്ടത്തെ പരിഹരിക്കാനാവും. എങ്കിലും മൊത്തത്തിൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ലേശം കുറവ് വരുമെന്ന നിലയിൽ പ്രശാന്ത് കിഷോർ ഒരു നിഗമനം നടത്തുമ്പോൾ, മറുവശത്ത് ഇന്ത്യ മുന്നണിക്ക് സ്വല്പം പ്രതീക്ഷ നൽകുന്ന നിഗമനങ്ങളാണ് ശ്രീ യോഗേന്ദ്ര യാദവ് നടത്തുന്നത്. ഈ 2 പേരും സെഫോളജിസ്റ്റുകൾ തന്നെയാണ്. പ്രശാന്ത് കിഷോർ അറിയപ്പെടുന്നത് ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിലാണ്. പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, പ്രശാന്ത് കിഷോർ തന്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെതായ ഇൻട്രസ്റ്റുകളുണ്ട്. യോഗേന്ദ്ര യാദവ് സെഫോളജിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ രണ്ടുപേരുടെയും ബയാസുകൾ, അവരുടെ ഈ പറഞ്ഞ അവലോകനത്തിൽ നമ്മൾ നിശ്ചയമായും പ്രതീക്ഷിക്കണമല്ലോ. അത് നിഴലിക്കുന്നുണ്ടാവില്ലേ? ഉറപ്പായും 2 പേരുടെയും ഈ ഉദ്ദേശ ലക്ഷ്യം, 2 പേരുടെയും ഒന്ന് BJP-ക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് പ്രശാന്ത് കിഷോർ സംസാരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ചെറിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് യോഗേന്ദ്ര യാദവ് സംസാരിക്കുന്നത്. യോഗേന്ദ്ര യാദവിൻ്റെ മെത്തേഡ് പ്രശാന്ത് കിഷോറിൻ്റെ മെത്തേഡ് പോലെ അല്ല. ഈ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി നേരിട്ട് സംവദിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ജനറൽ ഇംപ്രഷൻ, അദ്ദേഹത്തിന് ഒരു ടീമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യനെയർ മെത്തേഡോ അല്ല എങ്കിൽ ശാസ്ത്രീയമായ ഒരു സെഫോളജി മെത്തേഡല്ല 2 പേര് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി നിരീക്ഷകർക്ക് നിരീക്ഷിക്കാവുന്ന നിലവാരത്തിന് അപ്പുറത്തേക്ക് ഈ 2 നിരീക്ഷണങ്ങളും വന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ ആദ്യ നിഗമനങ്ങളിൽ നിന്നും ചെറിയ തോതിൽ NDA-യുടെ സീറ്റ് ഡൗൺവേർഡിൽ റിവൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവ് ആദ്യഘട്ടത്തിൽ, അതായത് ഒരു 3-4-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രവചനങ്ങളിൽ നിന്നും ലേശം മുകളിലേക്ക് BJP-ക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ 2 കൂട്ടരും വരുന്നതിന് അടുത്ത് വരുന്നുണ്ട്. ഒരു 300-ലധികം സീറ്റ് NDA-ക്ക് ഉറപ്പായും പ്രശാന്ത് കിഷോർ നൽകുമ്പോൾ പരാപരം സീറ്റുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ പരാപരത്തിൽ കുറവ് സീറ്റുകളാണ് ശ്രീ യാദവ് പറഞ്ഞു, യോഗേന്ദ്ര യാദവ്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് ശ്രീ അഭിലാഷ്, ഇത് 2ഉം അല്ലാത്ത ഒരു തൂക്ക് മന്ത്രിസഭ വരുമോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിലുണ്ട്. തൂക്ക് സഭ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. തൂക്ക് സഭ വന്നാൽ പോലും ഇവിടെ എങ്ങും പരിഗണനാ വിഷയമല്ലാത്ത ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസും ഒറീസയിലെ ബിജു ജനതാദളും ഉണ്ടെന്ന് ഓർക്കണം. അവരെ ആരാണോ വാങ്ങിയെടുക്കുന്നത്, ചേർത്ത് നിർത്തുന്നത്, അവർക്ക് ഭരിക്കാൻ തക്ക ഒരു ഭൂരിപക്ഷം ഉണ്ടാകും. അത് NDA മുന്നണിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. NDA ആണ് പോൾ പൊസിഷൻ. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ താങ്കൾ ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണല്ലോ. ഞാൻ ഈ കേരളത്തിൽ നിന്ന് അവിടെയൊക്കെ ക്യാമ്പയിന് പോയിട്ടുള്ള നിങ്ങളുടെ തന്നെ ചില പ്രവർത്തകരെ, ഒരാഴ്ചയോ അതിൽ കൂടുതലും ഒക്കെ ഡൽഹിയിലും മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ചു വന്നവരെ കണ്ടിരുന്നവർ സംസാരിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് പത്രത്തിൽ കാണുന്നത് പോലെയൊന്നുമല്ല, ഗ്രൗണ്ട് വളരെ വളരെ ഹൊസ്റ്റൈലാണ് എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂൺ 4-ാം തീയതി വരെ സ്വപ്നം കാണാം എന്നുള്ളതിനപ്പുറത്ത് റിയലിസ്റ്റിക് ആണോ കാര്യങ്ങൾ? ഞാൻ മിസ്റ്റർ മോഹൻ വർഗീസ് സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. ഈ പ്രശാന്ത് കിഷോർ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഇവരെയൊക്കെ ഇങ്ങനെ ആൾരൂപങ്ങളായി സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ഹിമാചൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വിദ്വാനല്ലേ പറഞ്ഞത് ഹിമാചലിലും അതുപോലെ തന്നെ ഗുജറാത്തിലും
BJP അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇട്ടേച്ചോടിയ ആളല്ലേ. കരൺ താപ്പറിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ചുമ്മാ ഈ ചർച്ചയെ വന്നിരുന്നിട്ട് നമ്മളില്ലാത്ത ആ പൊലിമ കൊടുത്ത് ആളുകളെ മഹത്വവൽക്കരിക്കുന്നത് ശരിയായ രീതിയിൽ. ഇതൊക്കെ ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. ഇവരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇവർ മാത്രമല്ലെന്നേ തീരുമാനിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുന്ന എത്രയോ പേരുണ്ട്. ഇവിടെ പല ആളുകളും, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും. അത് ചുമ്മാ പറയുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക, പഞ്ചാബ്, ഹരിയാന, ഡൽഹി അടക്കം, ചണ്ഡീഗഡ് അടക്കം നിരവധി ഇടങ്ങളിൽ യാത്ര ചെയ്യുകയും നിരവധി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയും ഒരുപാട് വഴിയോരത്ത് യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരോട്, തട്ടുകടക്കാരോട് അടക്കം സംവദിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലീഡർഷിപ്പിന്, ഞാനല്ലല്ലോ ലീഡർ, നാഷണൽ തലത്തിൽ നിൽക്കുന്ന ദേശീയ തലത്തിൽ നേതാക്കൾ നിരവധി പേരുണ്ടല്ലോ ഇന്ത്യ സഖ്യത്തിന്. അവരുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ് പൊതുജനവികാരം. തുറന്ന് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും നേതാക്കളുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് പൊതുജനവികാരം. ഇവരുടെ സ്ട്രാറ്റജി എന്താ? ഇപ്പോൾ ഇവർ പറഞ്ഞ ആൾ തന്നെ പറയാം. 400 എന്ന് പറയുന്ന സംഖ്യ, ഇതാരെ ഈ 400 എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത്? പ്രധാനമന്ത്രി ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറകെ നമ്മളങ്ങ് പോകണം, 400 പേർക്ക് കിട്ടുമെന്നും പറഞ്ഞ് പോവുകയാണ്. ആ 400 പറഞ്ഞിട്ട് അതിൻ്റെ ചുവട് പിടിച്ച് ചർച്ചയാണ്. 400-ലെത്തുമോ, 400-ലെത്തുകയില്ലേ? ഇതാണ് ചർച്ച. ഇത് BJP ഒരുക്കുന്ന കൃത്യമായ കെണിയല്ലേ. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞു, നല്ല ഒരു പ്രോഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രശാന്ത് കിഷോർ വന്നിട്ട് പറയും ശകലം സീറ്റ് കുറയും. അപ്പോൾ കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഇതുപോലെ ആളുകൾ വന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ എന്ത് വിചാരിക്കും? പ്രശാന്ത് കിഷോർ വലിയ തന്ത്രജ്ഞനാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കുറയും. അപ്പോൾ ഇവർ കൂട്ടിപ്പറഞ്ഞ് കുറച്ച് പറഞ്ഞ് എത്തിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ കൃത്രിമം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ഒരു 300-ലോ 305-ലോ ഇവർക്ക് എത്തിക്കാൻ സാധിച്ചാൽ ആ എത്തിക്കുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പ്രൊപ്പഗണ്ടയാണ് ഈ നടക്കുന്നത്. ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിന് അറിയാം, ജനങ്ങൾക്കറിയാം. പഴയ കാലമൊന്നുമല്ല, 2019 അല്ലിത്. 28 പാർട്ടികൾ വളരെ യോജിച്ചിരുന്നത്. നിങ്ങൾ ഒരു സെക്കൻഡ് അരവിന്ദ് കേജ്രിവാൾ വോട്ട് ചെയ്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി വോട്ട് ചെയ്ത ആം ആദ്മി പാർട്ടിക്കാണ്, സീതാറാം യെച്ചൂരി വോട്ട് ചെയ്ത്. ഞങ്ങൾ യോജിക്കില്ല, ഞങ്ങൾക്ക് മുന്നണിയാകാൻ കഴിയില്ല, പരസ്പരം സഹകരിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച അഹനി രാജ പറയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യണമെന്ന് പറയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക റായ്ബറേലിയിൽ, ഇല്ലേ? അപ്പോൾ പൊളിറ്റിക്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വളരെ കൃത്യമായി പറയാം, ഇന്ത്യൻ പാർലമെൻറ്റിൽ 540 സീറ്റുണ്ട്. 540 സീറ്റിൽ 353 പേരാണ് BJPയും സഖ്യകക്ഷികളുമായി ഉള്ളത്. ആ BJPയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ആദ്യഘട്ടം, ഞാൻ 100 സീറ്റ് കിട്ടും, 150 സീറ്റിലേക്ക് കോൺഗ്രസ് പോകും, 200 സീറ്റിലേക്ക് പോകുന്നത് ഞാൻ പറയുന്നില്ല. നിലവിൽ കോൺഗ്രസിന് 52 ഉണ്ട്. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് 60 സീറ്റ് പിടിച്ചിരിക്കും. എണ്ണിപ്പറയാം. ആ 60 സീറ്റ് പിടിക്കുമ്പോൾ തന്നെ BJPക്ക് ഇപ്പോൾ 303 എന്ന് പറയുന്ന ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കും. 2, ആം ആദ്മി പാർട്ടിയും RJDയും ശിവസേനയും NCPയും നാഷണൽ കോൺഫറൻസും സമാജ്വാദി പാർട്ടിയും അടക്കം കൊണ്ടുവരുന്ന സീറ്റ് കൊണ്ട് ഞങ്ങൾ സഖ്യകക്ഷികളുടെ അവരെ ഓവർകം ചെയ്യും. ശരി, ഒരു സംശയം വേണ്ട. ഞാൻ പറയാം, നിങ്ങൾ കുറിച്ചു വെച്ചോ, 230-ൽ താഴെ 230 അവരെത്തില്ല. ആ നമ്പറിൽ തന്നെ ഇന്ത്യ സഖ്യവും എത്തും. ഇവിടെ ഞാൻ ഒരു കാര്യം അംഗീകരിക്കുന്നു, താങ്കളുടെ ടൈറ്റിൽ. ഇവിടെ ചില കക്ഷികൾ, ഞങ്ങൾ പണ്ട് K. ചന്ദ്രശേഖർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുപോലെ ചിലപ്പം വേറൊരാൾ പ്രധാനമന്ത്രി ആയിരുന്നിരിക്കാം, സഡൻ സർപ്രൈസ് പ്രൈം മിനിസ്റ്റേഴ്സ് വന്നിരിക്കാം. ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കും രാഹുൽ ഗാന്ധി വരണം, അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവ് വരണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഇതൊന്നും അല്ല ഞങ്ങളുടെ സബ്ജക്റ്റ്. ഇപ്പം ഞങ്ങൾ നിലവിൽ വളരെ കൃത്യമായി, നിങ്ങൾ നോക്കിക്കോ, മൻമോഹൻ സിംഗിനെ അവതരിപ്പിച്ചതുപോലെ വളരെ ഒരു ബിഗ് ബ്രേക്കിങ്ങോടുകൂടി ഇന്ത്യയിൽ ഗവൺമെന്റ് ഉണ്ടാക്കും ഇന്ത്യ സഖ്യം. പേരൊന്നും ഇപ്പൊ പറയുന്നത് ശരിയല്ലല്ലോ. അത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് ഡിസ്കഷൻ നടക്കേണ്ട കാര്യമാണ്. അത് വളരെ കൃത്യമായി ഇന്ത്യ സഖ്യം ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കും. അത് ഇന്ത്യ ഒരു വരി കൂടി ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ 28 പാർട്ടികൾ മാത്രമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാനിവിടെ വന്നിരുന്നിട്ട് 28 പാർട്ടികളും കൂടെ ചേർന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതല്ല. ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ 10 വർഷക്കാലം BJPയും NDAയും വിചാരിച്ചിട്ട് അവരുടെ മുന്നണിയിൽ അംഗമാകാത്ത 50 MPമാർ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലുണ്ടെന്നേ. 50 MPമാരുണ്ട്. അവരൊക്കെ എങ്ങനെയൊക്കെയാണ് അതിന്റെ നെഗോസിയേഷൻ നടക്കുന്നത്? ഈ ഡിബേറ്റിലല്ലോ പറയുന്നത്. ശരി, ഓക്കെ. ശ്രീ VP പത്മനാഭൻ, നോക്കൂ, ഇപ്പോൾ BJP 370 സീറ്റാണ് ടാർഗറ്റ് വെക്കുന്നത്. കോൺഗ്രസ് അതിന്റെ അടുത്തെങ്ങും അല്ല ടാർഗറ്റ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രീ അനിൽ ബോസ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ 60 സീറ്റ് കൂടി അധികം പിടിക്കും എന്ന് പറഞ്ഞാൽ 112 സീറ്റുകളാവും. രേവന്ത് റെഡ്ഡി പറഞ്ഞത് 125 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കുമെന്നാണ്. ശേഖർ ഗുപ്തയെ പോലെയുള്ള ആളുകൾ പറയുന്നത് 90+ കോൺഗ്രസിന് വന്നാൽ പോലും കാര്യങ്ങൾ മാറ്റം ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതാണ്. അതായത്
90 സീറ്റിന് മുകളിൽ കോൺഗ്രസ് പിടിച്ചാൽ ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരികയാണ് കോൺഗ്രസ് പിടിക്കുമ്പോൾ. കാരണം കോൺഗ്രസ് BJP ഡയറക്റ്റ് ഫൈറ്റ് ആണ്, അത് കുറയുന്നത് BJPക്കാണ്. അപ്പോൾ ആ നിലയിൽ 370 നിങ്ങൾ പ്രതീക്ഷയെടുത്ത് നിന്ന് കോൺഗ്രസ് ഒരു 100, 110, 120 റേഞ്ചിൽ സീറ്റ് പിടിച്ച് ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ ജൂൺ 4-ാം തീയതി പോകുമോ? അഭിലാഷേ, ദി ബാറ്റിൽ ഈസ് ഓവർ ഫോർ ദി ഓപ്പോസിഷൻ. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ, ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. 5ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഞങ്ങളെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് പ്രകാരം ഞങ്ങൾക്ക് തന്നെ 272 സീറ്റ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സംവിധാനമായിട്ടുണ്ട്. 6ാം ഘട്ടവും 7ാം ഘട്ടവും ഞങ്ങളെ ഏതാണ്ട് ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള സീറ്റിലേക്ക് BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും എത്തിക്കും. അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഞങ്ങളെ ഏറ്റവും കടുത്ത എതിരാളി പോലും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തും ഏതാണ്ട് എല്ലാ ബൂത്തിലും ഞങ്ങളുണ്ട്. ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തനം കൃത്യമായി നടത്തുന്നൊരു പാർട്ടിയാണ്. ഞങ്ങൾക്കുള്ളതിൻ്റെ ബൂത്ത് തല ശക്തി ഇവിടെ പകുതി പോലും ഞങ്ങളുടെ പല എതിരാളികൾക്കുമില്ല. അത് വർഷങ്ങളായി ഞങ്ങൾ വളർത്തിയെടുത്തൊരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് നടന്ന സ്ഥലങ്ങളിലെ പോളിംഗ് പെർസെൻറ്റേജ് എത്ര, ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്നു, ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്നില്ല, അങ്ങനെ വരാതിരുന്നവരുടെ പാർട്ടി എന്താണ്, വരാതിരുന്നവരുടെ സമുദായം എന്താണ്, ഇതൊക്കെ കൃത്യമായ കണക്കെടുത്തിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാജി ഇന്ന് പറഞ്ഞത്. ആ കണക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞ ടാർഗറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നതൊന്ന് ബംഗാളിലാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി റോഡ്. അവരുടെ റോഡ് അവസാനിക്കുകയാണ്. ഒറീസയിൽ ഭരണമാറ്റമുണ്ടാവും. ഒറീസയിൽ BJPയുടെ മുഖ്യമന്ത്രി അവിടെ അധികാരത്തിൽ വരും. ആന്ധ്രാപ്രദേശിൽ NDAയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരും. അരുണാചൽ പ്രദേശിൽ ഭരണ തുടർച്ചയുണ്ടാവും. മാത്രവുമല്ല 6 അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഭരണമാറ്റം ഉണ്ടാവും. കാരണം അറിയാലോ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ജയിച്ചത്. കോൺഗ്രസിനാണ് ഭൂരിപക്ഷം, കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി. പക്ഷേ രാജ്യസഭയിൽ വോട്ട് ഞങ്ങൾ ഹിമാചൽ പ്രദേശിലാകെ 4 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലാകെ 4 സീറ്റേ ഉള്ളൂ, 6 ഇല്ല. അല്ല, അവിടെ 6 സീറ്റ് ഇതാണ്. ഇതുപോലും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. 6 അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. അല്ല, നിങ്ങൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് ചെയ്ത പറയട്ടെ, രണ്ടുപേര് പറയുന്നത് ശരിയാണ്. കോൺഗ്രസ്സുകാർ ഇതൊന്നും പഠിച്ചിട്ടില്ല അഭിലാഷേ. അവരേതോ ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക, വളരെ കൗതുകത്തോടെ, വളരെ തമാശ, പ്ലീസ് ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഈ ചർച്ച കേട്ട് ചർച്ച ആസ്വദിക്കുകയാണ്. ആരൊക്കെയാ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് ഞങ്ങൾ വി ആർ എൻജോയിങ് ദിസ് ഡിസ്കഷൻ. ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഞങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ തോൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ട്, ജയിക്കുന്നതിന് മുമ്പും മണം പിടിക്കാനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉണ്ടെന്ന്. ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു സാധനം ഞങ്ങൾക്കുണ്ട്, അതിശക്തമായ സംഘടനാ സംവിധാനം. അതുകൊണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ദ ഗെയിം ഈസ് ഓവർ ഫോർ ദി ഓപ്പോസിഷൻ. ശരി, ഓക്കെ. അതാണ് BJPയുടെ അവലോകനം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെ പോളിംഗ് ശതമാനത്തിൽ പ്രകടമായ കുറവുണ്ടായിട്ടുള്ളത് ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ്, ബീഹാർ ഓൾസോ. പലയിടത്തും ഇപ്പോൾ എന്ന് മാത്രമല്ല 55% കുറഞ്ഞ പോളിംഗ് ഉള്ള മണ്ഡലങ്ങളുടെ എണ്ണവും കൂടിയുണ്ട്. അത് 50-ന് മുകളിലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ 50%-ലും കുറവാണ്, ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ. അപ്പോൾ ഈ ഒരു സെനാരിയോ ഉണ്ടായതിനെ പലരും
BJPക്ക് അനുകൂലമായ ഒരു വേവ് ഇല്ലാത്തതായി കാണുന്നുണ്ട്. പക്ഷെ നോക്കൂ, ഇവിടെ ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമല്ലേ? BJPക്ക് ഈ സംസ്ഥാനങ്ങളിലും മറ്റെല്ലായിടത്തും വളരെ ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്, മെഷീനറി ഉണ്ട്, അവർക്ക് മണിയും ഉണ്ട്, മെഷീനറിയും ഉണ്ട്. അപ്പോൾ അവർക്ക് പോൾ ചെയ്യാൻ സാധിക്കുന്ന വോട്ടുകളൊക്കെ പോൾ ചെയ്യിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഒരു വോട്ടർ പട്ടികയുടെ പേജിന് ഒരാൾ എന്ന നിലയിൽ ചുമതലക്കാരനുണ്ട്. മറ്റ് കക്ഷികൾക്ക്, കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് ആ സംഘടനാ സംവിധാനമില്ല, സംഘടനാ ദൗർബല്യമുണ്ട് പ്രതിപക്ഷ കക്ഷികൾക്ക്. അപ്പോൾ നോക്കൂ, പകുതിയിലധികം പേർ വോട്ട് ചെയ്തില്ലെങ്കിലും ചെയ്യുന്ന വോട്ടുകൾ കൂടുതൽ ഞങ്ങളുടേതാണെന്ന് ഉറപ്പാക്കാൻ BJPക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ നമ്പറിലേക്കൊക്കെ എത്തിക്കൂടെ? പോളിംഗ് ശതമാനം കുറഞ്ഞത് ആ വഴിയിൽ BJP, അതായത് അവർ ശക്തമായ മെഷീനറിയുള്ള പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് കിട്ടാവുന്ന വോട്ടുകളെല്ലാം പോൾ ചെയ്തിരിക്കാം എന്ന അർത്ഥത്തിൽ പോളിംഗ് കുറഞ്ഞത് തന്നെ ഒരു സിഗ്നൽ അല്ലേ അവർക്ക് അനുകൂലമായി? ആദ്യം തന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ്. നമ്മൾ പാർട്ടി സംവിധാനം കുറവുണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസിനെ പറ്റി നമുക്ക് പറയാം, ഓൾ ഇന്ത്യ ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ DMKക്ക് മനസ്സിലായ പാർട്ടി സംവിധാനം പ്രബലമായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനമുള്ളതാണ് DMKക്ക്? DMKക്കുണ്ട്. ഞാൻ ഉത്തരേന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. ഈ CPM-ന്റെ അല്ല, ഹിന്ദി ബെൽറ്റ്. ഓക്കെ, ഇനി ഹിന്ദി ബെൽറ്റിലോട്ട് പോവാ. എത്ര കാലമായിട്ട് RJDയുടെ സ്ട്രെങ്ത്തിൽ വല്ല വോട്ട് സ്ട്രെങ്ത് കുറഞ്ഞു പോയിട്ടുണ്ടോ? ഏത് കാലത്താണ് ഇപ്പോഴത്തെ തന്നെ പാർട്ടിയായിട്ട് മേജർ ഒപ്പോസിഷൻ പാർട്ടി ബീഹാർ അസംബ്ലിയിൽ RJD ആണ്. അവിടെ നിന്ന് എത്ര ആൾ കൂറ് മാറിപ്പോയി? കൂറൊന്നും മാറിയില്ല, ആകെ 2-3 പേരാ കൂറ് മാറിയിട്ടില്ല, അതിന് കൂറ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ RJD എന്തൊക്കെ കാണിച്ചാലും ഇനിയിപ്പോൾ ഭാര്യനെ മുഖ്യമന്ത്രി ആക്കിയാലും മകനെ മുഖ്യമന്ത്രി ആക്കിയാലും അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതേമാതിരി തന്നെ TMC. നമ്മൾ പാർട്ടികൾ എന്തെങ്കിലും പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞത് അതൊരു കാഡർ പാർട്ടി സംവിധാനമുണ്ട്, ഒരു വികാരത്തിൻ്റെ മുകളിലുള്ള പാർട്ടി സംവിധാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇതൊക്കെ ജാതി, ഇപ്പോൾ ദ്രാവിഡ ഫിലോസഫി പാർട്ടി DMK, തെലുഗു ആത്മാഭിമാനത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള തെലുഗു ദേശം, അതൊരു വികാരമാണ്. അതേമാതിരി തന്നെ മമതാ ബാനർജി ഒരു CPM വികാരത്തിൽ വന്നിട്ടുള്ളൊരു പാർട്ടിയാണത്. അപ്പോൾ അതിനൊക്കെ ഒരു വികാരങ്ങളുണ്ട്. അല്ലാതെ പാർട്ടി സംവിധാനം തന്നെ എപ്പോഴും വേണം എന്ന് പറയണമെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് കോൺഗ്രസിന് എന്ത് വലിയ പാർട്ടി സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഇന്ദിരാഗാന്ധി വേഴ്സസ് നമുക്ക് എടുക്കാം, ഇന്ദിരാഗാന്ധി വേഴ്സസ് സിൻഡിക്കേറ്റിനാണ് പാർട്ടി സംവിധാനം. അത് അടിച്ച് തൂത്തുളഞ്ഞ് ഇന്ദിരാഗാന്ധി വേഴ്സസ് ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെ കോൺഗ്രസ് അന്നത്തെ സമയത്ത് മനസ്സിലായി. ഇന്ദിരാഗാന്ധി അടിച്ച് തൂത്തുളഞ്ഞവരാണ് എമർജൻസിക്ക് ശേഷം ജനതാ പാർട്ടി വന്ന ശേഷം. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ ഈ പാർട്ടി സംവിധാനത്തിൻ്റെ മുകളിലൊന്നുമല്ല ജനം വർക്ക് ചെയ്യുന്നത്, ജനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജനത്തിന് വൈകാരികമായിട്ട് തോന്നുന്നു. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇതേ ഇന്ദിരാഗാന്ധിനെ തന്നെ 97 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ അവരെ തൂത്ത് പുറത്തിട്ടില്ലേ എമർജൻസിക്ക് ശേഷം? വാജ്പേയിയുടെ ഇന്ത്യ ഷൈനിങ് അവിടെ പോയി. അപ്പോൾ ഈ പാർട്ടി സംവിധാനം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, അതൊരു തർക്ക വിഷയമല്ല. പാർട്ടി സംവിധാനങ്ങളല്ല വർക്ക് ചെയ്യുക, പാർട്ടി വികാരമാണ്. ഞാൻ പറയാം, ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. NT രാമറാവ് പാർട്ടി ഉണ്ടാക്കുന്നു ഇത് ആന്ധ്രാപ്രദേശിൽ. വിത്തിൻ 9 months, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കോൺഗ്രസിനെ തൂത്ത് പുറത്തിടുന്ന ഒരു പാർട്ടി സംവിധാനവും ഇല്ല. അദ്ദേഹത്തിന് കുറച്ച് ഫാൻസ് മാത്രമേ ഉള്ളൂ. അതേമാതിരി MG രാമചന്ദ്രൻ, അദ്ദേഹം DMKയിൽ നിന്ന് തെറ്റിപ്പോകുന്നു. കംപ്ലീറ്റ് പാർട്ടി മെഷീനറി, പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സ് എല്ലാവരും കരുണാനിധിയുടെ കൂടെ. ആര് ജയിച്ചു ഇലക്ഷനിൽ? MGR ജയിച്ചു ഇലക്ഷനിൽ. അപ്പം അങ്ങനെ ഒരു പാർട്ടി സംവിധാനം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പാർട്ടി ഇതൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ റിപ്പോർട്ടും ഉണ്ട്, ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർ തോറ്റു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതൊക്കെ ഭയങ്കര തെറ്റാണ്. കാഡറാണ്, കാഡറിൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ജനമാണ്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ പൊളിറ്റിക്സ് കാണുന്നത്. ശരി, ഓക്കെ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ നമ്മൾ ഈ പ്രാദേശിക പാർട്ടികളെ എടുത്താൽ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ബംഗാളിൽ പോയ മാധ്യമപ്രവർത്തകർ പറഞ്ഞത് ഇത്തവണ വലിയ അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാവും, ഒരുപക്ഷെ BJP സ്വീപ്പ് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല, 30+ സീറ്റുകൾ എന്നാണ്. പക്ഷേ ഇപ്പോൾ അതല്ല ഫീഡ്ബാക്ക്. TMC ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, BJP ഒരു കാരണവശാലും 22-ന് മുകളിൽ പോവില്ല. അവർ കഴിഞ്ഞ തവണ കിട്ടിയത് റിട്ടേൺ ചെയ്യാം, വേണമെങ്കിൽ 1-2 സീറ്റുകൾ കൂടുതൽ നേടാം, അതിനപ്പുറത്ത് നേരത്തെ പ്രവചിച്ച ഒരു വലിയ നമ്പറിലേക്ക് പോവില്ല എന്ന് TMC അവിടെ ഉറപ്പാക്കി കഴിഞ്ഞു. സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് വലിയ തോതിൽ, അദ്ദേഹം കനൌജിൽ നേരിട്ട് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണത്തെ നമ്പർ മറികടന്ന് 75+ എന്നുള്ള നിലയിലൊക്കെ BJP പോകുമെന്ന് തോന്നിച്ചിടത്തു നിന്ന് അതുണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു. അവിടെ എന്ന് മാത്രമല്ല, അവിടെ പോയ മാധ്യമപ്രവർത്തകർ പറയുന്നത് അവിടെ ഈ കോൺഗ്രസ് SP സഖ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ലീഗ് കോൺഗ്രസ് സഖ്യം പോലെ അത്രയും
നല്ല രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പുറത്ത് ബീഹാറിൽ നോക്കൂ, തേജസ്വി യാദവ് എന്ന് പറയുന്ന 33 വയസ്സുകാരൻ 180-ൽ പരം റാലികളിലാണ് ഇതിനോടകം പങ്കെടുത്ത് കഴിഞ്ഞിട്ടുള്ളത്, അഭിസംബോധന ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. മെയ് 2-ാം തീയതി പുറം വേദന, ഇനി ബെഡ് റെസ്റ്റ് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് അയാൾ പുറത്ത് ബെൽറ്റിട്ട് റാലികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിന് 50 റാലികളിലെ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. വളരെ വളരെ അൺപോപ്പുലറാണ് അവിടെ നിതീഷ്. അവിടെ മോഡി കാർഡ് മാത്രമാണ് NDAക്ക് സഹായമായിട്ടുള്ളത്. പക്ഷേ അവിടെ റീജിയണലി തേജസ്വി യാദവ് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് വാർത്തകളുണ്ട്. അപ്പോൾ തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, മമതാ ബാനർജി, ഈ പറഞ്ഞ റീജിയണൽ നേതാക്കൾ ഇത്തവണ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ചലഞ്ച് BJPക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അഭിലാഷ്, പ്രാദേശിക പാർട്ടികളുടെ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ പ്രാദേശിക കക്ഷികളുടെ ഓപ്പറേഷണൽ ഡൈനമിക്സും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമുഖമായ കോൺഗ്രസ് പാർട്ടിയുടെ ഓപ്പറേഷണൽ ഡൈനമിക്സും വ്യത്യസ്തമാണ്. പൊതുവെ ഇവിടെ ഈ രണ്ട് ഘടനകളും ഒരുമിച്ച് ചേരുമ്പോൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെയും നരേന്ദ്രമോദിയെയും അധികാരത്തിൽ നിന്നും പുറത്താക്കണം എന്ന ഒരു പോളിസിയിലാണ്, ഒരു സിമ്പിൾ അജണ്ടയിലാണ് ഇവരൊരുമിച്ച് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം, മമതാ ബാനർജി മാറി നിൽക്കുന്നു, ഇന്ത്യ മുന്നണി അവിടെ ബംഗാളിൽ ഇല്ല. എന്നാൽ ബീഹാർ ഇവിടെ സൂചിപ്പിച്ച തേജസ്വി യാദവ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദൾ കേഡർ സ്വഭാവമുള്ള എന്നാൽ വൈകാരികമായി പ്രതികരിക്കുന്ന യാദവ് മുസ്ലിം പാർട്ടിയാണ്. നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് സഹായത്തോടു കൂടി അവർക്ക് വോട്ട്സ് മൊബിലൈസ് ചെയ്യാനും പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും സാധിക്കും, സമ്മതിക്കുന്നു. അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ എത്രയോ ദുർബലമായാൽ പോലും സമാജ്വാദി പാർട്ടിയുടെ കോർ വോട്ട് ബേസ്, അതും മുസ്ലിം യാദവ് വോട്ട് ബേസ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് OBC വിഭാഗങ്ങളുടെ കൂടെ ഇപ്രാവശ്യം ഒരു പുതുമ എന്ന നിലയിൽ ചില മറ്റ് OBC വിഭാഗങ്ങളുടെ കൂടെ പിന്തുണ എൻലിസ്റ്റ് ചെയ്യുന്നതിൽ ഈ പാർട്ടി വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാം. അവിടെയും ശക്തമായ ഒരു ബൂത്ത് മാനേജ്മെന്റ് സംവിധാനം സമാജ്വാദി പാർട്ടിക്കുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഇവിടെ എല്ലാം കോൺഗ്രസ് പാർട്ടിയും ഉണ്ടെന്ന് ഓർക്കണം. പക്ഷെ തിരിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ? ആം ആദ്മി പാർട്ടിക്ക് കേട്ട സ്വഭാവമുണ്ട്, തീർച്ചയായും കോൺഗ്രസിന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ ജനതാദളിൻ്റെ വോട്ടും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ബീഹാറിൽ സാധിക്കും. പക്ഷേ തിരിച്ച് കോൺഗ്രസിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം. ചരിത്രപരമായി നോക്കുമ്പോൾ അധികം അങ്ങനെ സാധിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശാണല്ലോ കീ സ്റ്റേറ്റ്, 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം ശക്തരായ 2 പ്രാദേശിക കക്ഷികൾ, പ്രാദേശികമെന്ന് പറയാനാവില്ല, ബഹുജൻ സമാജ് പാർട്ടി അന്ന് ദേശീയ പാർട്ടിയാണ്, മായാവതിക്ക് ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ഉണ്ട്, വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഇന്ന് ഈ പറയുന്ന ബഹുജൻ സമാജ് പാർട്ടി വല്ലാതെ ശോഷിച്ചിരിക്കുന്നു. അപ്പം ആ ബഹുജൻ സമാജ് പാർട്ടി നമ്മൾ മാറ്റി നിർത്തുന്നു. ആ വോട്ടുകൾ ഒരു നല്ല പങ്ക് BJPയിലേക്ക് മാറും. കാരണം ഒരു സബാൾട്ടേൺ ഹിന്ദുത്വ എന്നൊരു കോൺസെപ്റ്റ് വളരെ പ്രകടമാണ്. അങ്ങനെ വരുമ്പോൾ ദളിത് വോട്ട് ബാങ്കിൻ്റെ ഒരു നല്ല പങ്ക് BJPയിലേക്ക് കൂടെ ചേരും. അപ്പോൾ സ്വാഭാവികമായി ടു ബിഗിൻ വിത്ത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസ് പൊതുവേ വളരെ ദൃഢമാണെന്ന് തോന്നാമെങ്കിലും ഇവിടെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കേരളത്തിൽ ദീർഘകാലമായുള്ള വെൽ സിമെന്റഡ് റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കാനാവില്ല. പുറമേ ഇത് കാണുന്നുവെങ്കിലും വോട്ട് ട്രാൻസ്ഫർ സാധിക്കുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഓപ്പറേഷണൽ ഡൈനാമിക്സാണ്. 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഈ ഓപ്പറേഷണൽ ഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? താകെ ചന്നം ഭിന്നമായി ചിത്രം നിൽക്കുകയല്ലേ. എത്ര പാർട്ടികളാണ്, 2 കക്ഷികൾ, NCPക്ക് 2 വിങ്ങുകളുണ്ട്, അതുപോലെ മോഹൻ വർഗീസ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ ഷിൻഡെ സേനയേക്കാൾ ഇമോഷണൽ അപ്പീൽ ഉദ്ധവ് സേനയ്ക്കാണുള്ളത്. ശരത് പവാറിന്റെ NCP അജിത് പവാറിന്റെ NCPയേക്കാൾ ശക്തമാണ്. അവർക്ക് 2 കൂട്ടർക്കും അവരുടെ ലെഗസി ഉണ്ട്, ഇമോഷനും ഉണ്ട്. അവിടെ BJP അല്ല, മറിച്ച് അവരുടെ 2 പാർട്ട്നേഴ്സും മഹാരാഷ്ട്രയിൽ വീക്കാണെങ്കിൽ ബീഹാറിൽ JDU വീക്കാണ് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സഖ്യകക്ഷികളുടെ വീക്ക്നെസ് ഇവിടങ്ങളിലൊക്കെ ഒരു പക്ഷേ ഘടകമാകാം. തീർച്ചയായിട്ടും സഖ്യകക്ഷികളുടെ വീക്ക്നെസ് മറികടക്കാൻ തക്ക സംഘടനാ സംവിധാനം BJPക്ക് ഉണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഭാഗികമായി ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ പരമ്പരാഗതമായി രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ് ഈ പോൾ മാനേജ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി RSSന്റെ നിയന്ത്രണത്തിലാണ് എന്നല്ല അർത്ഥമാക്കുന്നത്. പക്ഷേ RSSന്റെ കേഡർ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ BJP അനുകൂല വോട്ടുകൾ എത്തിക്കുന്നതിന് ഒരു വലിയ ഒരു റോള് വഹിച്ചിരുന്നു. എന്നാൽ BJP ഇപ്രാവശ്യം BJPക്ക് ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുകയും RSSന്റെ പിൻബലം വലിയ തോതിൽ ഇല്ലാതെ തന്നെ
ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന ആത്മവിശ്വാസം BJP നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. പക്ഷേ എനിക്കൊരു ചെറിയ സംശയം അവിടെയുണ്ട്. BJPയുടെ ഒരു ക്ലാസ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ ഡൈനാമിക്സ് മാറിയിട്ടില്ലേ? കോൺഗ്രസിസം ബാധിച്ചിട്ടില്ലേ BJPക്കും? കോൺഗ്രസിസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ അഭിലാഷ്, അത് ഒരു കേഡർ സ്വഭാവത്തിൽ നിന്നും ഒരു മാസ് പാർട്ടി സ്വഭാവത്തിലേക്ക് BJP മാറി. ആ മാസ് പാർട്ടി ആയി കഴിയുമ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും. ഒരു വൈകാരിക അപ്പീൽ ഉള്ളപ്പോൾ മാത്രമേ ഒരു മാസ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ. 2 പ്രാവശ്യം മോഡിക്ക് വോട്ട് ചെയ്തു. മൂന്നാമതേയും അതേ വൈകാരിക അനുഭവം ഉണ്ടോ? ഈ മധ്യവർഗത്തെ അതുപോലെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പുതുമ വല്ലതും ഉണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. ശരി, അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഞാൻ അത് ശ്രീ പത്മനാഭനോട് ചോദിക്കുന്നതിന് മുൻപ് ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ 90 നമുക്കെടുക്കാം, 90+ സീറ്റുകൾ എന്ന കാര്യം കൊണ്ട് മാത്രം ഒരു ഭരണമാറ്റം ഉണ്ടാകും. ശരി, കോൺഗ്രസ് താങ്കൾ പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ പലരും പ്രവചിക്കുന്നതനുസരിച്ചോ ഇപ്പോൾ കർണാടക, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ആയ സീറ്റ്, ഒരു പക്ഷേ പഞ്ചാബിൽ നിന്ന് ഒക്കെ ഹരിയാനയിൽ നിന്നൊക്കെ കിട്ടുന്ന സീറ്റുകൾ വെച്ച് 90 എന്ന മാർക്ക് മറികടന്നു 100-ലെത്തി എന്ന് വിചാരിക്കുക. 100 സീറ്റ് നേടിയ പാർട്ടിക്ക് എങ്ങനെയാണ് അധികാരത്തിലെത്താൻ കഴിയുക? ഈ അഖിലേഷിനും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യ മുന്നണി സഖ്യകക്ഷികൾക്കും എല്ലാം കൂടി എത്ര സീറ്റ് കിട്ടും? കോൺഗ്രസിന് കിട്ടുന്ന അത്രയും സീറ്റുകൾ, 100 സീറ്റുകൾ ഇവർക്ക് എല്ലാവർക്കും കൂടി കിട്ടുമോ? ഒന്നാമത്തെ കാര്യം, നിലവിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര MP അറിയാവോ? 116 പേരാണ് ഇന്ത്യ സഖ്യം പക്ക. NDA അപ്പുറത്ത് 353 എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് 116. ഞാനിവിടെ അഭിലാഷിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പറയുകയാണ്. ഞാൻ വലിയ കണക്കല്ല പറയുന്നത്, ഏറ്റവും ചെറിയ കണക്ക്, എണ്ണി വേണേൽ പറയാം. പക്ഷേ അതൊക്കെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ മാർച്ച് മാസം 22-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, എണ്ണി പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, സഖ്യകക്ഷികളും കോൺഗ്രസും കൂടി മാത്രം 120 സീറ്റ് നേടുമ്പോൾ ഞങ്ങൾ 236 കടക്കുകയാണ്. ആ 120 353 കുറയുമ്പോൾ BJP 230 താഴോട്ട് പോവുകയാണ്. വളരെ കൃത്യമാണ്, നിങ്ങളെടുത്ത് പോയിക്കോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ ഭംഗ്യന്തരേണ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യയിൽ പ്രതിപക്ഷത്ത് എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചു. കാലാകാലങ്ങളിൽ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരുപക്ഷെ BJPക്കോ BJP മുന്നണിക്കോ ഒക്കെ പാർലമെൻറ്റിലെ ചില ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ടാവും. ഈ 116 353 കൂടാതെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. 81 പേരുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ. ചില ആളുകൾ രാജിവെച്ച ഒഴിവാണ്. കാരണം ഇപ്പോൾ രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായപ്പോൾ രാജിവെച്ചു. അങ്ങനെ രാജിവെച്ച ഒഴിവുണ്ട്, മരിച്ച ഒഴിവുണ്ട്. അതവിടെ നിൽക്കട്ടെ. എങ്കിലും 81 പേര് കിടക്കുകയാണ്. BJP അല്ല, ഇന്ത്യ സഖ്യമല്ല, പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രന്മാരും അടക്കം. ഇപ്പോൾ YSRൻ്റെ മകൻ്റെ പാർട്ടി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് 19-18 MP ആന്ധ്രയിൽ. അതുപോലെ തന്നെ പിന്നെ BJD നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിക്ക് ഒറീസയിൽ 12 MP. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശക്തിമാന്മാരാണ് BJP എങ്കിൽ അവരുടെ മുന്നണിയിലങ്ങ് ചേർന്നാൽ പോരെ? അവരുടെ കൂടെ അങ്ങ് ചേർന്നാൽ പോരെ? എന്തിനാണ് ഈ പാവങ്ങളായ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ ആ ചർച്ച ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 236 240 സീറ്റിലെത്താൻ കഴിയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന പിൻബലം കിട്ടേണ്ട ഭാഗങ്ങളിൽ നിന്ന് കിട്ടും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 190 പ്രതിപക്ഷത്ത് 110 സീറ്റുണ്ടെങ്കിൽ 300+മായി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. ആ കക്ഷികൾ, ഇന്ത്യ സഖ്യത്തിൽപ്പെടാത്ത കക്ഷികളുടെ ടാർഗറ്റ് എന്താ? അവരുടെ സംസ്ഥാനത്തിൻ്റെയോ അവരുടെ പ്രാദേശികമായ താല്പര്യം. ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രിയെ മുന്നോട്ട് വയ്ക്കുക, ചിലപ്പോൾ അവർക്ക് മറ്റൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനതാ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതല്ലല്ലോ ആഗ്രഹിക്കുന്നത്. ശരി, അത് മനസ്സിലാക്കിയിരിക്കണ്ടേ? മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാകണമെന്ന്, കോൺഗ്രസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഈ പാർട്ടിയിൽ. പക്ഷേ അവരതല്ലല്ലോ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. അവർ വെക്കുന്ന രാഷ്ട്രീയം നരേന്ദ്രമോദി മാറണം, ഫാസിസ്റ്റ് ശക്തികൾ മാറണം, അത് ഏതെങ്കിലും പ്രധാനമന്ത്രി എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് കാലയെ കൂട്ടി വളരെ കൃത്യമായി കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ 3 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ? അഭിലാഷിനോട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, നിങ്ങൾ ഞെട്ടും പ്രധാനമന്ത്രിയുടെ പേര് പറയുമ്പോൾ. ശരി, ഓക്കെ. ഇന്ത്യ കൈയടിച്ച് സ്വീകരിക്കും. നിങ്ങൾ കുറിച്ച് വെച്ചോ. ശരി, ഞാൻ ഞെട്ടാൻ തയ്യാറാണ്. എന്തായാലും നമുക്ക് പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ശ്രീ VP പത്മനാഭൻ, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉന്നയിച്ചത് ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്, ആബ്സെൻസ് ഓഫ് RSS. രാഷ്ട്രീയ സ്വയം സേവക സംഘം മാറി നിൽക്കുന്നു. ഇപ്പോൾ സംഘം ഇലക്ഷനിൽ ഇടപെടാറില്ല, ഭരണഘടന അനുസരിച്ച് അതിന് രാഷ്ട്രീയമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ദിവസം രാം മാധവ്
ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ 2014 മോദി സർക്കാർ വരാൻ വേണ്ടി എങ്ങനെയാണ് ക്യാമ്പയിൻ നടത്തിയത്, എങ്ങനെയാണ് ഞങ്ങൾ 77 ജനതാ സർക്കാർ, ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ വരാൻ വേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നതെന്ന്. 77 RSSന്റെ വർക്കേഴ്സ് ആയിരുന്നു ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. 2014 ചേഞ്ചിന് കാറ്റലിസ്റ്റ് ആയത് RSSന്റെ വർക്കേഴ്സ് ആയിരുന്നു. അവരിത്തവണ ഇല്ല. BJP സ്വയമാണ് ക്യാമ്പയിൻ നടത്തുന്നത്. JP നദ്ദ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ RSSന്റെ ഫുഡ് സോൾജേഴ്സ് ഇല്ലാതെ BJPയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ആൾക്കൂട്ട പാർട്ടിയായി ഒരുപാട് പേർ പലയിടത്തു നിന്ന് വന്നു ചേർന്ന ഒരു ആൾക്കൂട്ട പാർട്ടിയായി മാറിയ BJPക്ക്, പകുതി കോൺഗ്രസ് ആയി മാറിയ BJPക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള അത്ര വലിയ കോൺഫിഡൻസ് ഉണ്ടോ? ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിന് മുന്നേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ കാണിച്ച അബദ്ധങ്ങൾ ഒരു 2-3 എണ്ണം പറയാം. ആദ്യത്തെ അബദ്ധം ആന്ധ്രാപ്രദേശിൽ. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് എന്താ ചെയ്തത്? ഷർമിളയെ കൂട്ടിക്കൊണ്ടുപോയി അവരെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി എല്ലാ സീറ്റിലും മത്സരിച്ചു. എന്താ സംഭവിച്ചത്? YSR കോൺഗ്രസിൻ്റെ 4 മുതൽ 5% വോട്ട് ക്ലീനായിട്ട് സ്പ്ലിറ്റായിപ്പോയി. ഞങ്ങൾക്ക് പകുതി പണിക്ക് കാര്യം സാധിക്കുകയാണ്. 1. 2, ഒറീസയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഇത്തവണ ഒറീസയിൽ ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്, 25 കൊല്ലമായി ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ നവീൻ പട്നായിക്കും തയ്യാറായില്ല, അദ്ദേഹത്തോടൊപ്പം ചേരാൻ കോൺഗ്രസും തയ്യാറായില്ല. സോ കോൾഡ് BJP വിരുദ്ധ വോട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മതേതര വോട്ടുകൾ, അത് അവിടെ 2ആയി വിഭജിക്കാൻ കോൺഗ്രസ്സുകാരും നവീൻ പട്നായിക്കും ചേർന്ന് ഒരു സാഹചര്യമുണ്ടാക്കി. ഇനി ഞാൻ ഏറ്റവും വലിയ അബദ്ധം പറയാം. ബംഗാളിൽ എന്ത് വില കൊടുത്തും കോൺഗ്രസ് ഇടതുപക്ഷത്ത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം അവർ അത്ര തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുണ്ട്, മമതാ ബാനർജിയും ഇടതുപക്ഷവും. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് മമതാ ബാനർജിയുമായി സഖ്യമുണ്ടാക്കാമായിരുന്നല്ലോ. അതുണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, CPMനെയും കൂട്ടി വേറെ മത്സരിച്ച് ഇപ്പോൾ നോൺ BJP വോട്ടുകൾ ഒരു 7 മുതൽ 8% വരെ ഇവർ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അത് ആണ് 3ാമത്തെ അബദ്ധം. ഇനി 4ാമത്തെ അബദ്ധം പറയാം. നിതീഷ് കുമാർ ഞങ്ങളെ കൂടെ വരുന്നു എന്ന് കണ്ടപ്പോൾ സർവശക്തിയും ഉപയോഗിച്ച് അയാളെ പിടിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കേണ്ടിയിരുന്നു. ഒരു ശ്രമം പോലും ഇവരെ ഭാഗത്തുണ്ടായില്ല. ഇനി 5ാമത്തത്, ബഹുജൻ സമാജ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും 2019 സഖ്യമുണ്ടാക്കിയപ്പോൾ അന്ന് ഞങ്ങൾക്ക് അവിടെ 10 സീറ്റ് നഷ്ടപ്പെട്ടു. അതായത് BJPക്കും ഘടകകക്ഷികൾക്കും 73 സീറ്റ് ഉണ്ടായിരുന്നു, അത് 64, 9 സീറ്റ് നഷ്ടപ്പെട്ടു. ആ ബഹുജൻ സമാജ് പാർട്ടിയെ കൂടെ കൂട്ടാൻ ഇവർക്ക് എന്തായിരുന്നു തടസ്സം? ഞങ്ങളാരും അതിന് തടസ്സം ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ അവിടെ ബഹുജൻ സമാജ് പാർട്ടി ഇന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? 20 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സാമാന്യം ഭേദപ്പെട്ട ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യയുള്ള എല്ലാ സീറ്റിലും ബഹുജൻ സമാജ് പാർട്ടി മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേരത്തെ ബഹുജൻ സമാജ് പാർട്ടിയുടെ MP ആയിരുന്ന ഡാനിഷ് അലി മത്സരത്തിൽ ബഹുജൻ സമാജ് പാർട്ടി ഒരു എണ്ണം പറഞ്ഞ മുസ്ലിം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ കാണിച്ച അബദ്ധമാണ്. ഞങ്ങൾ ഇതൊക്കെ കണ്ടു ചിരിക്കുകയാണ്. അതായത് BJP വിരുദ്ധ വോട്ടുകൾ വളരെ തന്ത്രപരമായി സ്പ്ലിറ്റ് ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കം ഇവർ തന്നെ നടത്തിയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് വളരെ പണി എളുപ്പമാക്കി തന്നത് ഇവരാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, RSS ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലത്തും RSS സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല. അവരുടേതായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവർ വരാറില്ല. അത് ഇത്തവണയും കഴിഞ്ഞ തവണയും അങ്ങനെയാണ്. ഇത്തവണയും RSS എന്തൊക്കെ അവരുടേതായ സംവിധാനത്തിലൂടെ അവരുടേതായ രീതിയിൽ ചെയ്യണമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു. ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും മറ്റ് അനവധി പരിവാർ സംഘടനകളും അവരുടേതായ രീതിയിൽ അവരെന്തൊക്കെ ചെയ്യണമോ അതൊക്കെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇനി അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്ന് വിചാരിച്ചിട്ട് ആരും സന്തോഷിക്കുന്നു ഒന്നും വേണ്ട, അതൊക്കെ അബദ്ധമായി പോവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. അമിത്ഷാ ഇന്ന് പറഞ്ഞതും നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ ദിവസമായി പറയുന്നതും
തന്നെ ഈ രാജ്യത്ത് സംഭവിക്കും. ശരി, അല്ല അതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ RSSനെ തന്നെ കോട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, രാം മാധവ് പറഞ്ഞു ഞങ്ങൾ 2014 സജീവമായിട്ടുണ്ടായിരുന്നു, ഇത്തവണ ഇല്ല. അത് RSSന്റെ തന്നെ ടേക്കാണ്, അല്ലെങ്കിൽ RSSന്റെ ഭാരവാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളുടെ ടേക്കാണ്. അദ്ദേഹം BJPയുടെ ജനറൽ സെക്രട്ടറിയായും വന്നിട്ടുണ്ട് RSSൽ നിന്ന്. അതൊന്ന്. പിന്നെ RSS ഇറങ്ങാത്ത, അല്ലെങ്കിൽ RSS വേറൊരു നിലപാടെടുത്ത് തെരഞ്ഞെടുപ്പ് നോക്കൂ. 84-ലെ ഇലക്ഷനിലാണല്ലോ 400 പാർ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഓർഗനൈസറിൽ വന്നൊരു ലേഖനത്തിൽ ഇത് ട്രയംഫ് ഓഫ് ഹിന്ദുസ് എന്നാണ് എഴുതിയിരുന്നത്, കുലംകുത്തികൾക്ക് കിട്ടിയ അടിയെന്നും. അപ്പോൾ RSS കുലംകുത്തികൾക്ക് അടിക്കാൻ തീരുമാനിച്ച ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത് 2 സീറ്റാ. ഈ RSS എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ മാത്രം, മുൻകൂട്ടി മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും അല്ലെങ്കിൽ അത്രയ്ക്കുള്ള സംവിധാനമുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ന് വേറെ ഉണ്ടോ? ആർക്കും മനസ്സിലാവില്ല. അവരുടേതായ രീതിയിൽ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. യു ടേക്ക് ഇറ്റ് ഫ്രം മൈ ടങ്. ഞാനല്ലേ പറയുന്നത്. അവരുടേതായ രീതിയിൽ അവരുടെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് അവർ ഇത്തവണ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നുമില്ല. പക്ഷെ അവരെന്തൊക്കെ ചെയ്യണമോ അവർ ചെയ്യുന്നുണ്ട്. അതൊന്നും ആലോചിച്ച് ആരും മനപ്പായസം ഉണ്ണണ്ട. അത്രേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ശരി, ഓക്കെ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഇപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വോട്ട് കട്ടർമാർ വളരെ സജീവമുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ കാര്യം ശരിയാണ്. ഇവിടെ ശ്രീ VP പത്മനാഭൻ പറഞ്ഞല്ലോ, 4 മുസ്ലിം കാൻഡിഡേറ്റ്സേ ഉള്ളൂ SPക്ക്. BSPക്ക് 20 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ തോൽപ്പിക്കാൻ? ഇന്ത്യ മുന്നണിയെ തോൽപ്പിക്കാൻ. മാരക പ്രഹരശേഷിയുള്ള ആയുധം BSPയുടെ കയ്യിലുണ്ട്. അവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ബംഗാളിൽ കോൺഗ്രസ് CPM മുന്നണി നിശ്ചയമായും വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ കാര്യം പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ എന്തുകൊണ്ടാണ് BJP കൂടുതൽ സീറ്റ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? BJPക്ക് ഒരു സാധ്യതയുണ്ടായിരുന്ന സംസ്ഥാനമല്ല. പക്ഷെ അവർക്ക് TDPയുമായും അതുപോലെ തന്നെ ജനസേനയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു. അതേ സമയത്ത് അവിടെ YSR കോൺഗ്രസിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. കോൺഗ്രസും കൂടി അവിടെ മത്സരിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ആ ഭരണവിരുദ്ധ വോട്ടുകളുടെ ആനുകൂല്യം കൂടി പറ്റിക്കൊണ്ട് മറുഭാഗത്ത് വിജയം ഉണ്ടാവും. TDP അവിടെ അധികാരത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ സെനാരിയോ ഒക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ BJP വോട്ടുകൾ വരുന്ന സ്പ്ലിറ്റ് കണക്കിലെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ ഈസിയല്ല. ഇത് പരമ്പരാഗതമായ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള തിയറിയാണ്. ഡോമിനന്റ് പാർട്ടി പരാജയപ്പെടണമെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി അതിശക്തമാകണം. അതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി. ഇവിടെ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി വീക്കാവുന്നിടത്തെല്ലാം ഡോമിനന്റ് പാർട്ടിക്ക് ഒരു കേക്ക് വാക്ക് കിട്ടുകയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കാണുന്നത്. അല്ല, അതിൽ ഞാൻ പറയട്ടെ, ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി മോശം എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ വോട്ട് കട്ടേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഓരോ സ്റ്റേറ്റിലും നമുക്ക് എടുത്ത് പറയാം. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് കട്ടേഴ്സിനാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ BSPയുടെ 20 സീറ്റ് BSP കാൻഡിഡേറ്റുകൾ നിർത്തിയിരിക്കുന്നത് മുസ്ലിംസിന് നല്ല സ്വാധീനമുള്ള നിയോജകമണ്ഡലങ്ങൾ, 30, 35, 40% സ്വാധീനമുള്ള ഉത്തർപ്രദേശിലെ നിയോജകമണ്ഡലങ്ങളിൽ. നമ്മളിത് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ BSPക്ക് ആ വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ട് സമാജ്വാദി പാർട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കഴിഞ്ഞ തവണ തന്നെ വന്നപ്പോൾ ഇലക്ഷനിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയപ്പോൾ BSPക്ക് 10 സീറ്റും സമാജ്വാദി പാർട്ടിക്ക് 5-6 കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് അലയൻസ് പൊട്ടാൻ കാരണം. അപ്പോൾ ട്രാൻസ്ഫറിങ് ഓഫ് ദ വോട്ട് അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ അതാണ് ഒന്ന്, മായാവതിയുടെ കളി. രണ്ടാമത് ഇതൊക്കെ BJP കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ശ്രീ പത്മനാഭൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇങ്ങനത്തെയൊക്കെ ചാണക്യ തന്ത്രങ്ങൾ ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് അതിനുള്ള പൊളിറ്റിക്കൽ അക്യുമൻ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കാം. കാരണം ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാനും മുമ്പ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വേറെ ചാനലിൽ പറഞ്ഞാണ് ഇങ്ങനെയാണ് അവരുടെ തന്ത്രം എന്നുള്ളത്. ഇനി അടുത്ത തന്ത്രം വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മജ്ലിസ് ഇത്തിഹാദീനുൽ മുസ്ലിമീൻ OWൈസിയുടെ ഈ അക്ബറുദ്ദീനും അസദുദ്ദീനും അവർ മത്സരിക്കണം. മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി അവർക്കൊരു MP ഉണ്ട്. എൻ്റെ ഓർമ്മ ശരി പട്ടാൻ എന്നാണ്, യൂനസ് പട്ടാൻ അങ്ങാണ്ട്. അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇതുമാതിരി അവർ മത്സരിച്ചിട്ട് തോറ്റത് അശോക് ചവാനും സുശീൽ കുമാർ ഷിൻഡെയാണ്. 2 ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ തോറ്റു അവിടെ അവർ പോയിട്ട് സീമാഞ്ചലിൽ മത്സരിച്ചു. അതായത് ബീഹാറിലെ മുസ്ലിം മെജോറിറ്റി ഏരിയ. അവിടെ പോയിട്ട് അവിടെ 5 സീറ്റ് അവിടെ ജയിച്ചു. പക്ഷേ RJDയുടെ മറ്റേ തേജസ്വി മെടുക്കനായതുകൊണ്ട് BJP ശൈലിയിൽ തന്നെ അദ്ദേഹം എന്തൊക്കെ ഒരു കാറിൽ ഈ 4 MLA-മാരെ ഒരു കാറിലിട്ട് അദ്ദേഹം തന്നെ കാറ് ഡ്രൈവ് ചെയ്ത് അസംബ്ലി കൊണ്ടുപോയിട്ട് RJD ചേർത്ത്. പക്ഷേ ഇങ്ങനെ വോട്ട് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഈ മുസ്ലിങ്ങൾക്കൊരു തകരാറുണ്ട്. അവർ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെയൊക്കെ. അവർക്ക് പുറത്തുനിന്ന് നടക്കണം എന്നുള്ളതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഒന്നാമതന്നെ അവരുടെ ഭാഷ വേറെ. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അവർ ഈ ഉറുദു ഭാഷയിൽ സംസാരിക്കും. ഞാനവിടെ എപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. അപ്പോൾ അവർ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ പല രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ ലിസ്റ്റ് മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസീസ് നോക്കുകയാണെങ്കിൽ ഒരു കാൻഡിഡേറ്റ് അല്ല മുസ്ലിം ഉള്ളത്, 3, 4, 5 കാൻഡിഡേറ്റുകൾ നിർത്തിയിട്ടുണ്ട് ഇവർ.
മുസ്ലിം മെജോറിറ്റി ബീഹാർ UP-യിലും ഒക്കെ. അപ്പോൾ ആ നിലക്ക് അത് ഇപ്പോൾ ഒപ്പോസിഷനിൽ പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം. ഒപ്പോസിഷനിൽ പെട്ട ഇന്ത്യ അലയൻസിലോ ഒപ്പോസിഷനിൽ പെട്ടതല്ല. അതേ ഇത് തന്നെയാണ് അവിടെ ഇന്ത്യ സെക്കുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനത്തിന് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമ്മുടെ ബംഗാളിൽ. ഇതൊക്കെ BJP ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്. അത് തനിയെ സ്വയംഭൂ സ്വന്തം അങ്ങോട്ട് മുളച്ചു വന്നാണ്. AIDF ഉണ്ട്. AIDF അലയൻസിലല്ലല്ലോ ആസാമിൽ. അതിന് AIDF അലയൻസ് അല്ലാത്ത AIDF അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബദറുദ്ദീൻ ജവാൽ അദ്ദേഹം സീറ്റ് നേടുക മാത്രമല്ല കോൺഗ്രസിൻ്റെ സീറ്റുകൾ കളയുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബുദ്ധിപൂർവമായിട്ടുള്ള രാഷ്ട്രീയ കളി, പൊളിറ്റിക്കൽ, ഞാനതിനെ വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൊളിറ്റിക്കൽ ചിക്കനറിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ഗെയിമാണത്. ഈ ഗെയിം ഭയങ്കരമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി ഒരു കാര്യം, അത് ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ ബീഹാർ UP-യിൽ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോൺ യാദവ് വോട്ട് അധികം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഇവർ ചെയ്തിരിക്കുന്നത് യാദവരല്ലാത്ത പിന്നോക്ക ജാതികൾ, എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ നിർത്തിയിരിക്കുന്നു. ദളിത് വോട്ടുള്ളിടത്ത് അവിടെ മഹാദളിത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ എന്താ പറയുക സോഷ്യൽ എഞ്ചിനീയറിങ് പ്രോബ്ലം. എന്താ വെച്ചാൽ കോൺഗ്രസിന് നോർത്ത് ഇന്ത്യയിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. മറ്റേ പാർട്ടികളാണ് അതിൻ്റെ ഭാഗമല്ല. സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല, റീജിയണൽ പാർട്ടീസാണ് അവർ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടെങ്കിൽ കൂടി. അപ്പോൾ ആ നിലക്ക് പൊളിറ്റിക്കൽ ഇത്. പക്ഷേ ഏറ്റവും ഒറ്റ വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. പക്ഷേ BJPക്ക് ഒരു അടിയേറ്റാൻ സാധ്യതയുണ്ട്. എന്താ അറിയോ, ഈ കൂറ് മാറ്റിയവർക്കൊക്കെ സീറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് പാർട്ടിക്ക് പല ലെവലിൽ പാർട്ടിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ജഗദീഷ് ഷെട്ടർ അദ്ദേഹം ആദ്യം BJPയിലായിരുന്നു, ആദ്യം മുഖ്യമന്ത്രി. പിന്നെ അദ്ദേഹം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് ചേർന്ന് മത്സരിച്ച് പിന്നെ തോറ്റു. ഇതാ എപ്പോൾ ഉണ്ടതാ വീണ്ടും മൂപ്പർ മത്സരിക്കുന്നത്. അപ്പോൾ സദാനന്ദ ഗൗഡേനെ കാണാനില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ വിചാരിക്കരുത് BJP ഫുൾ കാഡർ പാർട്ടിയാണ്, ആരും കൂറുമാറില്ല എന്ന്. കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് കൂറുമാറി. അതേമാതിരി തന്നെ ഉമാഭാരതി കൂറുമാറി. വീരേന്ദ്രകുമാർ സാക്ലേച്ച രാജസ്ഥാനിൽ കൂറുമാറി. അതേമാതിരി തന്നെ നമ്മുടെ ഇദ്ദേഹം എന്താണ് പറയുക ഗുജറാത്തിൽ അദ്ദേഹം കൂറുമാറി വേറെ പാർട്ടി ഉണ്ടാക്കിയല്ലോ RSP. അപ്പോൾ RJP എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ആ നിലക്ക് BJPയിലും ഇതുമായിട്ട് ഉള്ളിൽ കൂടെയുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ പറഞ്ഞ വോട്ട് കട്ടർമാർ വലിയ തോതിൽ BJPക്ക് സഹായകരമാകും. ഇവിടെ ആസാം മുതൽ തുടങ്ങിയാൽ അവിടെ ബദറുദ്ദീൻ അജ്മലിൻ്റെ പാർട്ടിയായ UDF, പശ്ചിമ ബംഗാളിൽ ISF, പിന്നെ ബീഹാറിൽ AIAM നമ്മുടെ OIC-യുടെ പാർട്ടി, BSP ഒബ്വിയസ്ലി ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ എഗെയിൻ OIC-യുടെ പാർട്ടി. നമ്മളിപ്പോൾ തെലങ്കാന അതുപോലെയുള്ള ഇടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും വളരെ തെലങ്കാനയിലും ഉണ്ട് OIC-യുടെ പാർട്ടി. ഇങ്ങനെ വോട്ട് കട്ടർമാർ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വരേണ്ട വോട്ടുകൾ എത്രമാത്രം പിടിച്ചു വെക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? വോട്ട് കട്ടർമാർ പ്രധാനമായും നമ്മൾ വോട്ട് കട്ടർ എന്ന് പറയുമ്പോൾ OIC-യുടെ MIM എന്ന പാർട്ടിയാണല്ലോ പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച മറ്റ് പാർട്ടികൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബീഹാറിലും എല്ലാമുണ്ട്. ഇവിടെ OIC തീർച്ചയായും BJPയുടെ കൂടെ നേരിട്ട് പോകാനാവില്ലല്ലോ. ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പം ഒരു രീതിയിലും ചേരാനാവില്ല. അപ്പോൾ OICക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല OIC പിടിക്കുന്ന MIM പിടിക്കുന്ന, അത് മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ ബീഹാറിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇവിടെ ഹൈദരാബാദിൽ ഒഴികെ, ഹൈദരാബാദ് OICയുടെ തട്ടകമാണ്, അവിടെ OIC പാട്ടും പാടി ജയിക്കും. ഹൈദരാബാദ് എന്ന ഒരു തട്ടകം ഒഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പിടിക്കുന്ന എല്ലാ വോട്ടുകളും യഥാർത്ഥത്തിൽ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ്. പക്ഷെ അത് മറികടക്കാൻ തക്ക ഒരു ഘടനാപരമായ സംവിധാനം ഇന്ത്യ മുന്നണിക്ക് അതത് സംസ്ഥാനങ്ങളിലുണ്ടോ? അവിടെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രസക്തി. കോൺഗ്രസ്സിന് ഞാൻ അംഗീകരിക്കുന്നു, കോൺഗ്രസ്സിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒന്നും അറിയില്ല. അവർക്കറിയാമായിരുന്ന ഒരു തന്ത്രമെന്ന് പറയുന്നത് റെയിൻബോ കൊയലീഷൻ ഉണ്ടാക്കുക, കുറേ ജാതികളുടെ റെയിൻബോ കൊയലീഷൻ. ആ റെയിൻബോ കൊയലീഷനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി വിവിധ ജാതി സമൂഹങ്ങൾ അവർ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പോൾ ഫോർമുല ഉണ്ടാക്കുകയും ആ വോട്ടുകൾ ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒന്നാന്തരം എഞ്ചിനീയറിംഗ് വിദ്യ തന്നെയാണ്, ശാസ്ത്രീയമായ ഒരു വിദ്യയാണ്. പക്ഷെ ആ ശാസ്ത്രീയമായ വിദ്യ നടക്കണം എങ്കിൽ അതിനൊരു ഓപ്പറേഷണൽ സിസ്റ്റം ഉണ്ടാകണം. ആ ഓപ്പറേഷണൽ സിസ്റ്റത്തിൻ്റെ പേരാണ് ജാതി സെൻസസ്. അവിടെയാണ് ജാതി സെൻസസ്. ബീഹാറിൻ്റെ മണ്ണിൽ
ഇപ്പോൾ NDA സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നിതീഷ് കുമാറിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം, ആ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ നിതീഷ് കുമാറിന് സാധിച്ചില്ല. അദ്ദേഹം താവളം പല പ്രാവശ്യം മാറി, പാൽത്തു റാം ആയി മാറി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷേ അതിൽ നിന്നും ടേക്കിംഗ് എ ക്യൂ ഫ്രം ദ ഐഡിയ ബ്രോട്ട് ഇൻ ബൈ നിതീഷ് കുമാർ, കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിലെ ശക്തരായ പ്രാദേശിക കക്ഷികൾക്കും, അത് ഉത്തർപ്രദേശിലും ബീഹാറിലുമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയ്ക്ക് പ്രസക്തമല്ല, ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഈ 2 സംസ്ഥാനങ്ങളിലെങ്കിലും വിദഗ്ധമായി ചെയ്യാനൊക്കുമെങ്കിൽ തീർച്ചയായും വോട്ട് കട്ടേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാം. അത് തുച്ഛമായ വോട്ടുകളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശക്തമായ പ്രാദേശിക കക്ഷികളും ദുർബലമായ കേന്ദ്രീകൃത പാർട്ടിയും എന്ന ഇന്ത്യ മുന്നണിയും, ശക്തമായ കേന്ദ്രീകൃത പാർട്ടിയായ BJPയും സാമാന്യം ദുർബലരായ സഖ്യകക്ഷികളും എന്ന NDAയും തമ്മിലുള്ള മത്സരം വരുമ്പോൾ ഈ വോട്ട് കട്ടേഴ്സ് പിടിക്കുന്ന വോട്ടിനെ മറികടക്കാൻ തക്ക വോട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമോ എന്നത് മാത്രമാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. നമുക്കൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ 2004 അപ്രതീക്ഷിതമായി BJP വീഴുന്നു, കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, UPAയും UPA കോർഡിനേഷൻ കമ്മിറ്റിയും ഒക്കെ പിന്നീടാണ് ഉണ്ടാവുന്നത്. സമാനമായൊരു സാഹചര്യം, അതായത് ഇപ്പോൾ ശത്രുക്കളായി കാണുകയോ അതല്ലെങ്കിൽ കൂട്ടുകൂടാതിരിക്കുകയോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ അപ്പുറത്തുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് വരാൻ ഉള്ള സാഹചര്യം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും എല്ലാ കാര്യങ്ങളും നമുക്കൊരു ചർച്ചയിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പുറത്ത് 28 പാർട്ടി, അപ്പുറത്ത് 38 പാർട്ടി. സർവ്വ തന്ത്രശാലികളും കേഡറുകളും ഒക്കെയുള്ള പാർട്ടിയിൽ നിന്ന് പല ആളുകളും 40 പാർട്ടിയായിരുന്നു, 38 ആയിട്ടുണ്ട്. ബാക്കി ആയിക്കോളും, അത് സമയമാകുമ്പോൾ അത് വളരെ കൃത്യമായിട്ടായിക്കോളും. ഇവിടെ നിങ്ങൾ ഈ ചർച്ചയിലൊക്കെ പറയുമ്പോൾ, ഞാൻ തുടക്കത്തിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ UP 80 സീറ്റ്, 62 BJP, അപ്നാദൾ 2, 64 അവരുടെയിലാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് എന്നൊക്കെ വിചാരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ആ ഘട്ടമൊക്കെ അവിടെ മാറിയെന്നേ. UPയിൽ അതൊക്കെ മാറി. ഇപ്പോൾ 50 സീറ്റിലേക്ക് പോലും BJPക്ക് NDA കക്ഷികൾക്ക് എത്താൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉയർന്നിട്ടുണ്ട്. അതുവഴിയൊക്കെ നടന്നു നോക്കിയിട്ടുള്ള മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട്, കോൺഗ്രസ് അല്ലാത്ത ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്ക്, പല ആളുകളും അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലാതെ ഏകപക്ഷീയമായിട്ടൊന്നും അല്ല എഴുതുന്നത്. അവിടെ BJP മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു, അതുകൊണ്ട് CPM മത്സരിക്കുന്നു, അതുകൊണ്ട് അവിടെ BJP അങ്ങ് അടിച്ചു കയറും. ഒന്നും കയറത്തില്ല. നിലവിൽ 18 എങ്ങാണ്ടാണ് ഉള്ളത് BJPക്ക്. ആ 18ൻ്റെ അപ്പുറം കടക്കാനായിട്ട് ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കുറിച്ച് വെച്ചു, അവിടെ തൃണമൂൽ കോൺഗ്രസ് നിലവിലുള്ളതിനേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അത് ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ നിൽക്കും. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ LDF UDF അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഞങ്ങൾ പഞ്ചാബിൽ 13 സീറ്റിൽ മത്സരിക്കുന്നിടത്ത് ആം ആദ്മിയും കോൺഗ്രസും കൂടെ മത്സരിക്കുന്നുണ്ടല്ലോ. എന്നാൽ അതേ ആം ആദ്മിയായിട്ട് ഞങ്ങൾ ഡൽഹിയിലും ഹരിയാനയിലും ഗുജറാത്തിലും സഖ്യത്തിലല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്ട്രാറ്റജിക്കലായിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമാണ്. അത് കണ്ടാരും ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ട. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമാണ്. UPയിൽ 50 കടക്കാൻ ഞങ്ങൾ NDA കക്ഷികളെ അനുവദിക്കില്ല. നിങ്ങൾ അത് പരിശോധിച്ച് നോക്കിയോ. ഇവിടെ BJP പ്രതിനിധി RSSനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ കൃത്യമായി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 50 കടക്കാൻ അവിടെ UPയിൽ കഴിയില്ല. അതുമാത്രമല്ല, ബംഗാളാണ് ഇവരുടെ സ്വപ്നം. ആ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും മുന്നിലെത്താൻ പോകുന്നത്. അവരുടെ സീറ്റ് വർദ്ധിക്കത്തേ ഉള്ളൂ. നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതെ, ഇനി ഒരാഴ്ചയുടെ കാര്യമുള്ളൂ. ശ്രീ പത്മനാഭൻ, താങ്കൾക്ക് അവസാനിപ്പിക്കാം. ഈ ഡൽഹി, പഞ്ചാബ്, അതുപോലെ തന്നെ ഹരിയാന, ഈ 3 സംസ്ഥാനങ്ങളിലും നഷ്ടം പ്രവചിക്കുന്നുണ്ട് പല ആളുകളും. പ്ലസ് 50 സീറ്റിലേക്ക് ഉത്തർപ്രദേശിൽ ചുരുങ്ങിയാൽ എന്ത് സംഭവിക്കും? ഒരു ഹൈപ്പോത്തസിസ് ആണ്, അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. 50-ൽ താഴോട്ട് പോകും. ഞാൻ 50 പറഞ്ഞതേ ഉള്ളൂ. 50-ലും താഴോട്ട് പോകും. ശരി, ഓക്കെ. BJPക്ക് സീറ്റ് കൂടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തതിന് ശേഷം ചാനൽ ചർച്ചയിൽ ഇന്ന് വന്നിരുന്നിട്ട് BJPക്ക് സീറ്റ് കുറയും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ മമതാ ബാനർജിയുമായി സഖ്യം ഉണ്ടാക്കുന്നതിൽ ആരാ നിങ്ങളെ തടഞ്ഞത്? ഞങ്ങൾ തടഞ്ഞോ? നിങ്ങളെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നിങ്ങളും കൂടി സഖ്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾ തടസ്സം നിന്നിരുന്നു. നിങ്ങൾ രണ്ടുപേരും രണ്ടായി മത്സരിക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ ഹോഷിയാർപൂറും ഗുരുദാസ്പൂറും ജയിക്കും. ഹോഷിയാർപൂറും ഗുരുദാസ്പൂറും ഞങ്ങൾ തോൽക്കുമായിരുന്നു നിങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ. നിങ്ങൾ ആ 2 സീറ്റും ഞങ്ങളെ കൈ കൊണ്ടെത്തുന്നു. ഇപ്പോൾ പറയുന്നത് ജലന്ധറും ജയിക്കും, അമരേന്ദർ സിംഗിന്റെ ഭാര്യയും ജയിക്കും, 4 സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നൂടായിരുന്നോ? ഈ പ്രതിപക്ഷ ഓപ്പോസിഷൻ ഇൻഡെക്സ് എന്താ, യൂണിറ്റി ഇൻഡെക്സ് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് മാത്രമല്ല, ഞാനൊന്ന് ഇടപെടുകയാണ്, നിങ്ങൾക്ക് മാത്രമല്ല സ്ട്രാറ്റജി തീരുമാനിക്കാൻ കഴിയുക. ഇന്ത്യ സഖ്യത്തിന് സ്ട്രാറ്റജി തീരുമാനിക്കാൻ കഴിയും. ഇന്ത്യ സഖ്യത്തിന് അബദ്ധങ്ങളും കാട്ടിക്കൂട്ടിയിട്ട്
സകലമാന അബദ്ധങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് രാത്രി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു സെക്കൻഡ് കഴിഞ്ഞ 1.5 മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകമില്ലായ്മയും ഒരു നേതാവും ഈ രാജ്യത്ത് കാണിച്ചിട്ടില്ല. പഞ്ചാബിൽ പോലും പ്രധാനമന്ത്രി കാണിച്ചത്രയും വങ്കത്തരം അങ്ങനെ 3 ശരി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കുറഞ്ഞത് ജൂൺ 1-ാം തീയതി വരെയെങ്കിലും കാത്തിരിക്കാം. അപ്പോൾ എക്സിറ്റ് പോളെങ്കിലും വരുമല്ലോ. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ ഫലവും വരും. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.